ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഡയറ്റിനെ കുറിച്ചാണ്. അതായത് K-pop ഡയറ്റ് എന്ന് പറഞ്ഞ ഡയറ്റിനെ കുറിച്ചാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൊറിയൻ ഭക്ഷണ രീതിയാണ്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ന്യൂട്രീഷൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ ആഡ് ചെയ്തുകൊണ്ട് ഡയറ്റാണ്. എന്ന് കുറച്ച് പേടിക്കൊന്നും വേണ്ട, കാരണം നമ്മൾ വലിയ റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, നമുക്ക് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഇപ്പോൾ വർക്കൗട്ടൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഡയറ്റിനെ അപേക്ഷിച്ച് നമുക്കിത് വളരെ പെട്ടെന്ന് റിസൾട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, ഒരു നോർമൽ റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിലൊരു കൃത്യമായ രീതി കൊണ്ടുവരിക. ഒരുപാട് കാർബ്, ഫാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻടേക്ക് ചെയ്യാത്ത നല്ലൊരു ഭക്ഷണ രീതി നമുക്ക് കാത്തു സൂക്ഷിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും സഹായിക്കുന്ന ഒരു ഡയറ്റാണിത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡയറ്റ് കൂടുതലായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫീഡിംഗ് ഉള്ള ആളുകൾക്ക്, അത് ലേഡീസിനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്, അതല്ലാതെ പ്രത്യേകം നമുക്കൊരു ഡയബറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, പ്രത്യേകമായിട്ടൊരു ഭക്ഷണ രീതി നമുക്ക് പിടിച്ച് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ ഇത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഭക്ഷണത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടൊരു രീതി കൂടിയാണ്. അപ്പോൾ ഈ ഒരു രീതി എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനിയിപ്പോൾ നിലവിലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയും കൂടി പരീക്ഷിക്കാവുന്നതാണ്. കാരണം ഇതുകൊണ്ടൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറെ നിങ്ങൾക്ക് ദോഷങ്ങളായിട്ടൊന്നും ഇതിൽ വരാനില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ രീതിയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഡയറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് ഡയറ്റിലൊക്കെ പറയുന്നത് പോലെ തന്നെ ധാരാളമായിട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഫാറ്റ് അല്ലെങ്കിൽ കാർബ് കുറഞ്ഞത്, അതേപോലെ തന്നെ ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പച്ചക്കറികൾ അല്ലെങ്കിൽ പഴങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ആഡ് ചെയ്തുകൊണ്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുത്തൊരു ഡയറ്റാണ് ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ. അത് ഏതൊക്കെ രീതിയിലുള്ളതാണെന്ന് നിങ്ങൾക്ക് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കറികളൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഒരുവിധം പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡയറ്റിൽ ഫസ്റ്റായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറ്റിൽ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊഴുപ്പ് കുറഞ്ഞതും അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് കൂടുതലായിട്ടും ഈ ഒരു ഡയറ്റിൽ ശ്രദ്ധിക്കുന്നത്. വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഫുഡൊക്കെ ഈ ഒരു ഡയറ്റിൽ സ്ഥാനമില്ല. പകരം നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിനാണ് കൊറിയക്കാരൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയാണ് ഇതിലും ഫോളോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളമായിട്ട് ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ടല്ല, അല്ലാത്ത രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ മറ്റ് ഡയറ്റിലൊക്കെ പറഞ്ഞു പോകാറുണ്ടല്ലോ ഏതൊക്കെ രീതിയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നതാണ്. അതുകൂടാതെ തന്നെ ലീൻ പ്രോട്ടീൻസ് ധാരാളമായിട്ടുള്ള സീ ഫുഡിന് വലിയൊരു സ്ഥാനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കടൽ ഫുഡ് എന്ന് പറയുമ്പോൾ മീനുകളാണ് കൂടുതലായിട്ട് ഫിഷാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ലീൻ പ്രോട്ടീൻസ്, omega-3 ഫാറ്റി ആസിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കടൽ ഫിഷുകൾ, അതായത് സീ ഫുഡാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കാതിരിക്കാനും എന്നാൽ കലോറി വാല്യൂയും കൊഴുപ്പൊക്കെ കുറഞ്ഞ ഫുഡുകളാണ് ഈ സീ ഫുഡ് എന്ന് പറയുമ്പോൾ. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലീൻ പ്രോട്ടീൻസ്, omega-3 ഫാറ്റി ആസിഡ്, അതേപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതുമായ ഫുഡാണ് ഈ ഒരു സീ ഫുഡ് എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു വലിയ പ്രാധാന്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഡയറ്റിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ്. അതായത് അമിതമായിട്ടോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടോ ഉപയോഗിക്കുന്ന മധുരം, പഞ്ചസാര ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ മുൻപുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു കൊറിയൻ രീതിയിൽ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള മധുരത്തിനും കാര്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അതായത് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ദോഷങ്ങൾ മാത്രം വരുന്ന ഈ കാര്യങ്ങളെ കർശനമായിട്ട് ഈ ഒരു ഡയറ്റ് നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാര അധികമായിട്ട് ചേർത്തിട്ടുള്ള ക്യാൻഡി, അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർശനമായിട്ട് ഈ ഒരു ഡയറ്റ് വിലക്കുന്നുണ്ട്. മധുരം അമിതമായി ഉപയോഗിക്കുന്ന മധുരം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കർശനമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത പോയിന്റും നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് ഫാസ്റ്റ് ഫുഡുകൾ പോലുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാനാണ് ഈ ഒരു ഡയറ്റ് നിർദ്ദേശിക്കുന്നത്. അതായത് കടകളിൽ നിന്ന്, റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിയുന്ന ഫാസ്റ്റ് ഫുഡ് ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത കാര്യങ്ങൾ, പാക്കറ്റായിട്ട് വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്തിട്ടുള്ള രീതിയാണ് നമ്മൾ ഈ ഒരു ഡയറ്റിലൂടെ പറഞ്ഞു പോകുന്നത്. അതായത് നമ്മൾ ഹോംലി ഫുഡായിട്ടുള്ള, അതായത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഫ്രഷ് ആയിട്ടുള്ള ഫുഡുണ്ടല്ലോ, നമ്മൾ ഉണ്ടായി കഴിക്കുന്ന രീതിയിലുള്ള ഫുഡുകൾ, അങ്ങനത്തെ ഫ്രഷ് ഫുഡുകൾക്കാണ് കൂടുതലായിട്ടും ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഒരു ഡയറ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെയും നമ്മൾ ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുന്നതാണ്. അതായത് ജങ്ക് ഫുഡുകൾ ഒഴിവായിക്കൊണ്ട്, ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവായിക്കൊണ്ടുള്ള ഒരു ഡയറ്റാണ് ഇതിൽ നിർദ്ദേശിക്കുന്നത്. അത് നമ്മൾ മറ്റ് ഡയറ്റിൽ പറയുന്ന രീതി തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റ് ഡയറ്റിലും പറയാറുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ഡയറ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. കാരണം നമ്മളൊരു ഡയറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ആ ഒരു ഡയറ്റിൽ നിന്നുകൊണ്ട് തന്നെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡയറ്റിൻ്റെ സ്വഭാവം പറഞ്ഞു പോയി, ഇന്ന കാര്യങ്ങൾ കഴിക്കാം, ഇന്ന കാര്യങ്ങൾ കഴിക്കേണ്ടെന്നൊക്കെ. അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, എന്നാൽ അതിന് പകരം ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഓരോ ഡയറ്റിനും ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ ഓരോ ഡയറ്റും ആ രീതി തന്നെ ഫോളോ ചെയ്യുക. അതിന് പകരം മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം കഴിക്കേണ്ട കാര്യമില്ല അവിടെ. അപ്പോൾ എന്താണോ ഒരു ഡയറ്റ് പറയുന്നത് ആ ഡയറ്റിൽ അത് തന്നെ കഴിച്ചു പോകുമ്പോഴാണ് നമുക്ക് ഒരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുക. അതുകൊണ്ട് ഒരു ഡയറ്റ് പറയുമ്പോൾ ആ ഡയറ്റ് തന്നെ ഫോക്കസ് ചെയ്ത് പോവുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് നാൾ അത് ഫോളോ ചെയ്യുമ്പോൾ വീണ്ടും ചേഞ്ച് ചെയ്ത് വേറൊരു ഡയറ്റിലേക്ക് മാറാവുന്നതാണ്. ആ ഒരു രീതിയായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഡയറ്റിൽ പറയുന്ന അതായത് അവസാനത്തെ വരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് വ്യായാമം.
അത് നമ്മൾ മിക്ക ഡയറ്റിലും എല്ലാത്തിലും നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്തിരിക്കേണ്ട നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്വഭാവം കൂടിയായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ കൊറിയക്കാരൊക്കെ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ അവർ ഫുള്ളായിട്ട് വർക്കൗട്ടിൽ പല രീതിയിലുള്ള വർക്കൗട്ടിലും ഏർപ്പെടുന്ന ആളുകളാണ്. കൂടുതലായിട്ട് മാർഷൽ ആർട്ട് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ പല രീതിയിലും. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊറിയക്കാരും നോക്കേണ്ട കാര്യമില്ല, ഇവിടെ ഇപ്പോൾ നമ്മളെ കാര്യം നോക്കിയാൽ മതി. എന്നിരുന്നാലും ആ ഒരു രീതിയിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു ദിവസം നമ്മൾ വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കണം. അത് ഏത് രീതിയിലുള്ള വർക്കൗട്ടാണെങ്കിലും. നോർമലി ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 1 hour അല്ലെങ്കിൽ 2 hour അല്ലെങ്കിൽ ഹാഫ് അവർ ഒക്കെ ആയിട്ടും ഒരു വർക്കൗട്ട് ഫോളോ ചെയ്യുന്ന ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർക്കൗട്ടൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം. അത് ഏത് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലും ഏത് രീതിയിൽ പോവുകയാണെങ്കിലും. ഇനി നിങ്ങൾ ഒരു ഡയറ്റ് എന്നില്ല ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിലും നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഗുണങ്ങളെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുൻപുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു K-pop ഡയറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞു പോയത് കൊറിയക്കാരുടെ രീതിയാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട രീതിയിലേക്ക് മാറ്റിയിട്ട്, അതായത് നമുക്കൊന്ന് മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഡയറ്റിൻ്റെ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ഡയറ്റ് മാറ്റിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുക. ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് പോവുക. ഒരേ ഡയറ്റും ഒരേ വർക്കൗട്ടും തന്നെ ദിവസവും കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതിന് ഓരോന്ന് മാറ്റി കൊടുത്തു നോക്കുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും, നിങ്ങൾക്കൊന്ന് ഫ്രഷ് ആയിരിക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് പറഞ്ഞു പോയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങളല്ലാതെ ദോഷങ്ങളും കാര്യങ്ങളൊന്നും വരാനില്ല. ബാക്കി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.